എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. ഞാൻ അടുക്കളയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഞാനൊരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല വെട്ടം തോന്നിക്കുന്നു. ഞാൻ സ്ഥിരം ഇരിക്കുന്നിടത്ത് എനിക്ക് വീഡിയോ ഞാൻ എടുത്ത് നോക്കിയിട്ട് അത് കണ്ടിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടും ഒരു വെട്ടക്കുറവ് ഫീൽ ചെയ്തു. അവിടെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് സംസാരിക്കാം. പിന്നെ നമ്മുടെ സംഭവം തേക്കുന്ന സമയമാകുമ്പോൾ അവിടെ പോയിരുന്ന് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നൊരു ഹെയർ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടി, അതും ഉലുവാപ്പൊടിയും തൈരും കൂടെ മിക്സ് ചെയ്തൊരു ഹെയർ പാക്കാണ്. അപ്പം ഇത് അത്യാവശ്യം നല്ല ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫിനും പറ്റിയ ഒരു ഹെയർ പാക്കാണ്. പിന്നെ ആര്യവേപ്പിൻ്റെ പൊടി എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആണ് സംഭവം. അപ്പം അത് ഇതുവരെ യൂസ് ചെയ്യാത്തവർ കുറച്ച് കുറച്ച് യൂസ് ചെയ്ത് അത് ഇതായിട്ട് നമുക്ക് ആ ഒരു രീതി ഒരു എന്താ പറയുന്ന ആ ഒരു രീതിയിൽ കൊണ്ടുവരണം. ഉടനെ കയറി ഒത്തിരി അങ്ങ് ചെയ്യല് ഈ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ യൂസ് ചെയ്യണം. കാരണം അത് ഭയങ്കര സ്ട്രോങ് സംഭവം ആയതുകൊണ്ട് അപ്പം ശകലം എടുക്കുക. അല്ലെങ്കിലും കുറച്ച് മതി ആര്യവേപ്പിൻ്റെ ഒരു ഹെയർ പാക്കിന്. തൈരും ആര്യവേപ്പിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയൊക്കെ കുറച്ച് മതി. ഒത്തിരി അങ്ങ് തേച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ അത് കഴുകി കളയാനും ബുദ്ധിമുട്ടാണ്. അത് പിന്നെ തലയിൽ തങ്ങി നിന്ന് താരനും ഒക്കെ ആവും. അതുകൊണ്ട് കുറച്ച് കുറച്ച് തേച്ച് തലയോട്ടിയെല്ലാം നല്ലപോലെ പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത് ഈ സ്കാൽപ്പ് സംബന്ധമായ എല്ലാ ഒരു കാര്യത്തിനും നല്ല ഒരു ഇതാണ്. സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാൻ, നമ്മുടെ ചൊറിച്ചില് കാര്യങ്ങളൊക്കെ മാറ്റാൻ, സ്കാൽപ്പിൽ ചെറിയ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുരുക്കൾ പോലെയൊക്കെ വരത്തില്ല, അതൊക്കെ മാറ്റാൻ, പിന്നെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഹെയർ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രിമേച്ചർ ഗ്രേയിങ്ങിന് ഒക്കെ നല്ലതാണ് ഈ ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൻ്റെ ഇല നിങ്ങൾക്ക് അരച്ച് ഇതെല്ലാം മിക്സ് ചെയ്ത് അരച്ച് പിഴിഞ്ഞെടുത്ത് തേക്കാം. പക്ഷെ നല്ലപോലെ ആ തരികളൊക്കെ മാറി ആ ഒരു അതിൻ്റെ നീര് മാത്രം എടുത്ത് തേക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിങ്ങനെ തങ്ങി നിന്ന് വീണ്ടും അത് മുഴുവനും പോയില്ലെങ്കിൽ അത് വീണ്ടും അതൊരു ഡാൻഡ്രഫിലേക്ക് വരത്തതേ ഉള്ളൂ. പൊടിയായിരിക്കും കഴുകി കളയാൻ കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. ഇല പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ പൊടി എത്രയും പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. നമുക്കൊരു ഇത് തേച്ചിട്ട് ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ തൈരെന്ന് പറയുന്ന സംഭവം ഭയങ്കര നല്ലതാണ് തലമുടിക്ക്. ഈ പറഞ്ഞ ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ് ഈ തൈര്. ഈ തൈരും നാരങ്ങാനീരും കൂടെ ഒരു മിക്സ് ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ്. അത് പിടിക്കുന്നവർക്ക്, അതിൽ ഒരു എതിര് ആയിട്ടൊന്നും സംഭവിക്കാത്തവർക്ക് അത് തേച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് നന്നായിട്ട് പോവും. പക്ഷെ എനിക്ക് ഈ നാരങ്ങാനീരെന്ന് പറഞ്ഞ സംഭവം തേക്കുമ്പോൾ അമിതമായിട്ട് പൊഴിച്ചിൽ തോന്നിക്കും. എന്താണെന്നറിയത്തില്ല, എനിക്ക് നാരങ്ങാനീര് എൻ്റെ തലമുടിക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത്. അപ്പം ഞാൻ നാരങ്ങാനീര് ചേർത്ത സംഭവങ്ങൾ കഴിവത് യൂസ് ചെയ്യാറില്ല. എനിക്കങ്ങ് അത് തേച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായി പൊഴിയുന്ന ഒരു ഫീൽ എനിക്ക് തോന്നും. അതുകൊണ്ട് അപ്പം തൈരും നാരങ്ങാനീരും ഭയങ്കര നല്ലതാണെന്നാണ് ഒരു ഡാൻഡ്രഫ് ഇതിന് ഭയങ്കര നല്ല. അത് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നല്ല പോലെ താരം പോകുമെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടിയും നമ്മുടെ തൈരും ഉലുവ പിന്നെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉലുവ ഭയങ്കര നല്ലതാണെന്ന് തലയ്ക്കും തലമുടിക്കും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്, ഈ ആര്യവേപ്പിൻ്റെ പൊടി കുറച്ച് ഡ്രൈ ആക്കും. അങ്ങനെ ഒരു ഡ്രൈനെസ് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ മൈലാഞ്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടാക്കും. ആര്യവേപ്പിൻ്റെ അത്രയില്ല, എന്നാലും ഒരു മുടിക്കുന്ന തലയോട്ടിയിലൊക്കെ ഡ്രൈ ആക്കുന്ന ഒരു സംഭവമാണ് ഈ ആര്യവേപ്പിൻ്റെ ഇലയുടെ പൊടിയൊക്കെ, ആര്യവേപ്പിൻ്റെ സംഭവം. അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ തൈര് ആക്ച്വലി നല്ലതാണ്. കാരണം തൈരെന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കരമായി മോയ്സ്ചർ കണ്ടന്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് തൈര്. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി മുടി. നമ്മൾ തൈര് ആക്ച്വലി തലയിൽ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. നല്ല ഒരു ഡ്രൈനെസ് ഒഴിവാക്കും. പിന്നെ തൈരിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ തൈരിന് പകരം നമുക്ക് പല കാര്യങ്ങൾ, കഞ്ഞിവെള്ളം ചേർക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേർക്കാം. അപ്പം ഞാൻ പറയുമായിരുന്നു, പ്രത്യേകിച്ച് ഈ വിന്റർ സമയത്ത് ഡ്രൈനെസ് കൂടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. എനിക്ക് എപ്പോഴും ഈ വിന്റർ ടൈമിലാണ് മുടി കൂടുതൽ പൊഴിയുന്നത്.
വിൻ്റർ സമയത്ത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും. അതെനിക്ക് തോന്നുന്നു ഈ ഡ്രൈനെസ് കൊണ്ടാണെന്ന് തോന്നുന്നു. വിൻ്ററിൽ നമുക്ക് അല്ലെങ്കിലും കൂടുതലും ഡ്രൈ ആകും. എനിക്ക് നല്ലപോലെ ഡ്രൈനെസ് വരും വിൻ്റർ സമയത്ത്. അപ്പം മുടിയും നല്ലപോലെ പൊഴിയുന്നത് വിൻ്ററിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ തൈര് ചേർക്കുക, അതിൻ്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ചേർക്കുക. ഇപ്പം ഞാൻ പക്ഷെ നല്ലതായിട്ട് മുടി, ഇപ്പം ഞാൻ എന്ത് പാക്ക് ഇട്ടാലും എന്ത് ഷാമ്പു ഇട്ടാലും ഞാൻ നല്ലതായിട്ട് തലയിൽ എണ്ണ തേച്ചിട്ടേ ഇടത്തുള്ളൂ. അല്ലാതെ ഞാൻ ഡയറക്റ്റ് മുടിയിൽ ഒട്ടും ഓയിൽ കണ്ടന്റ് ഇല്ലാതെ ഞാൻ ഇടത്തില്ല. നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ ആദ്യം നല്ലപോലെ ഞാൻ തേക്കുന്ന പോലെ മുടിയിൽ നല്ലതായിട്ട് എണ്ണ തേച്ചിട്ട് ഈ പാക്ക് ഇടുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നന്നായിട്ട് എണ്ണ മിക്സ് ചെയ്യുക, നന്നായിട്ട് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് അങ്ങ് തേച്ചിട്ട് ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് കഴുകി കളയണം. അല്ലാതെ അത് വെച്ചോണ്ടിരിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ ഇരുന്നാലും കുഴപ്പമാണ്. നമ്മളത് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുന്നത്, തലയിലെ ആ ഒരു പൊടിയെല്ലാം മാറി നല്ല ക്ലീൻ ആക്കി വെക്കുക. അല്ലാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും അത് ഡാൻഡ്രഫിന് കാരണമാവത്തേതേ ഉള്ളൂ. വീണ്ടും അത് കുറച്ചുകൂടെ മുടി പൊഴിച്ചിലും ഡാൻഡ്രഫ് ഉണ്ടായും മുടി പൊഴിച്ചിലുണ്ടാവും, അങ്ങനെ കുറേ അങ്ങനെ ആകത്തതേ ഉള്ളൂ. അതുകൊണ്ട് അത് നല്ലതായിട്ട് അങ്ങ് ഷാമ്പു ചെയ്ത് അങ്ങ് കഴുകിക്കളയും. ഇപ്പം ഈ ഒരു വിൻ്റർ ഹെയർ കെയർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ തൈര്, തേങ്ങാപ്പാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിട്ട് തലയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻ്റർ സമയത്ത് നല്ലതായിരിക്കും. കൂടുതൽ ഡ്രൈ ഒന്നും ആവത്തില്ല, മുടി പൊഴിച്ചിലും അങ്ങനെ മുടി പൊഴിയുന്നവർ ശ്രദ്ധിച്ചിട്ടുള്ളവർ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് വിൻ്ററിലാണ് അത്യാവശ്യം നന്നായിട്ട് മുടി പൊഴിയുന്നത്. സമ്മറിലൊക്കെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. വിൻ്ററിൽ അത്യാവശ്യം പൊഴിയുകയും ചെയ്യും. അപ്പോൾ ഓൾറെഡി എൻ്റെ തലയോട്ടിയും കുറച്ച് ഡ്രൈനെസ് കൂടുതലുള്ളതാണ്. തലയോട്ടിയാണെങ്കിലും തലമുടിയാണെങ്കിലും എല്ലാം. ഞാൻ ഓവറായിട്ട് ഷാമ്പൂ ഇട്ടാൽ ഭയങ്കരമായിട്ടും മുടിയൊക്കെ ഡ്രൈ ആയി ഇങ്ങനെ ഫൂ സംഭവം ഇങ്ങനെ ഇരിക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പം ചില സമയത്ത് നമ്മൾ പെട്ടെന്നൊക്കെ ഇത് കുളിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഷാമ്പൂ ഓവറായി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായി മുടി ഡ്രൈ ആകും. ഇങ്ങനെ ഒരുമാതിരി, പ്രത്യേകിച്ച് എൻ്റെ തല ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കും. എനിക്കത് ഭയങ്കര കാണാനും ഇഷ്ടമല്ല, എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനെപ്പോഴും അതുകൊണ്ട് ഞാൻ തലേന്ന് എപ്പോഴും ഞാനിങ്ങനെ എന്താ പറയുന്നത്, എണ്ണ തേച്ചിട്ടേ ഞാൻ കുളിക്കാൻ കയറത്തുള്ളൂ. ഷാമ്പു ചെയ്യുമ്പോഴും എണ്ണ തേച്ചിട്ടേ ഞാൻ ഷാമ്പു ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഡയറക്റ്റ് ഞാൻ ഷാമ്പു ചെയ്യത്തേ ഇല്ല. അങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പം നേരത്തേക്ക് എനിക്ക് ഇത്രയും ബോധം ഈ ഡ്രൈ ആണ് എൻ്റെ മുടി എൻ്റെ തലയോട്ടിയൊക്കെ ഡ്രൈനെസ് കൂടുതലുള്ളതെന്ന് അറിയുന്നതിന് മുമ്പേയൊക്കെ എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്താണ്, ഈ ഹാർഡ് വാട്ടറിൽ കുളിക്കുമ്പം ഉറപ്പായിട്ടും ഞാൻ ഈ ഡെയിലി ഇങ്ങനെ പുറത്ത് ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്നവർ ഒരിക്കലും ഡെയിലി തല കഴുകലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അത് കൂടുതലും ദോഷമാണ് ചെയ്യുന്നത്. കാരണം നല്ലപോലെ ഡ്രൈ ആയി മുടി കൊഴിയും. ഭയങ്കരമായ ഒരു ഡ്രൈനെസ് ആയിരിക്കും ഡെയിലി തല കുളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അതൊക്കെ തേച്ച് കുളിച്ചിട്ട് വരാം. അപ്പം ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവരവരുടെ മുടിയുടെ ലെങ്തിനനുസരിച്ചും ഒക്കെ ചെയ്യണം. അപ്പം ഞാനിപ്പം ഇത്രയും ഒരു ക്വാണ്ടിറ്റി തൈരാണ്. അതിലേക്ക് 1 സ്പൂണാണ് നല്ലപോലെ കുമിച്ചൊരു സ്പൂണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1 സ്പൂണ് ഉലുവാപ്പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനകത്ത് ഇനിയും വേണമെങ്കിൽ നമ്മുടെ അലോവേര ജെല്ല് ചേർക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് എണ്ണ നേരത്തെ പുരട്ടുന്നില്ലെങ്കിൽ ഓയിൽ നല്ലോണം ഒഴിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പം ഇത്രയാണ് എൻ്റെ ഒരു ഹെയർ പാക്ക്. ഇനി ഇത് നമുക്ക് തലയിലേക്കാം. ഞാൻ എണ്ണയൊക്കെ നല്ലോണം തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്, തലയിലും തലമുടിയിലും ഒക്കെ. ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തലയോട്ടിയിലാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ളത് ഹെയർ ലെങ്തിലും അറ്റത്തും ഒക്കെ തേച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ അധിക നേരം ഒത്തിരി നേരം നിൽക്കണ്ട. കാരണം ഇതെല്ലാം നല്ല തലയ്ക്ക് തണുപ്പ് തരുന്ന സംഭവങ്ങളാണ്.
തലയിൽ തേക്കുന്ന മിക്ക കാര്യങ്ങളും തലയ്ക്ക് നല്ല തണുപ്പാണ് കൊടുക്കുന്നത്. അപ്പം ഓവറായിട്ട് മീൻസ് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പനി പിടിക്കാൻ നല്ല സാധ്യതയുള്ള സംഭവങ്ങളാണ് ഈ തൈര്, ഈ വേപ്പില, ഈ സംഭവങ്ങളെല്ലാം ഓവറായിട്ട് നമ്മൾ തലയിൽ ആ തണുപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി പിടിക്കാൻ നല്ല സാധ്യതകളുണ്ട്. പിന്നെ ഇത് ഉണങ്ങിപ്പോയാലും കഴുകി കളയാൻ നല്ല പാടായിരിക്കും. ഇത് തലയിലിരുന്ന് ഉണങ്ങി കട്ട പിടിച്ച് കഴിഞ്ഞാൽ നല്ല പാടായിരിക്കും. അപ്പം നമുക്കിത് തലയിൽ പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ വകന്ന് എടുത്തങ്ങ് പുരട്ടുവാണ്. ചീപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരു ഹെയർ പാക്ക് അല്ല. പിന്നെ നമ്മൾ എല്ലായിടത്തും ഒന്ന് പുരട്ടിയിട്ട് നല്ലപോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈ പാക്ക് തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും ആകും. കൂടുതലും തലയോട്ടിയിലാണ് പുരട്ടേണ്ടത്. പിന്നെ ബാക്കി വരുന്നത് കുറച്ച് മുടിയോട്ടിലേക്കൊക്കെ ആക്കാതെ മുടിയിൽ ഒത്തിരി പുരട്ടേണ്ട കാര്യമില്ല. കാരണം ഇത് നല്ലപോലെ തലയോട്ടിയിലാണ് പുരട്ടി വെക്കേണ്ടത്. ഞാൻ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നേരെ പോയി കുളിക്കും. ഒത്തിരി നേരം ഞാൻ ആ കുളിക്കുന്ന മേല് കഴുകുന്ന ആ ഒരു സമയം മാത്രമേ തല വെച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ഓവറായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പം അത് കുളിച്ച് കഴിഞ്ഞ് തലയും വൃത്തിയായിട്ട് കഴുകി ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പു, ഏതെങ്കിലും ഒരു ഷാമ്പു ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇങ്ങെടുക്കുക. അപ്പം നമുക്ക് തലയൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ രാത്രിയായപ്പോഴാണ് മുടിയൊക്കെ കുറച്ചൊന്ന് ഉണങ്ങി കിട്ടിയത്. അപ്പോൾ ഇത് നല്ലൊരു ഹെയർ പാക്കാണ്. ഈ നമ്മുടെ ആ കാലനരയ്ക്കും പിന്നെന്താണ് അങ്ങനെയുള്ള പിന്നെ സ്കാൽപ്പ് ഹെൽത്തിനും ഡാൻഡ്രഫിനും ഒക്കെ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ്. മുടി വളർച്ചയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ്. പിന്നെ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ എണ്ണയൊക്കെ തേച്ചിട്ട് വേണം ഇത് തേക്കാൻ. അപ്പോൾ അത്രയും എൻ്റെ അങ്ങനെ അങ്ങ് ഭയങ്കര ഒരു ഡ്രൈനെസ് ആയില്ല. ഞാൻ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാമ്പു അങ്ങ് ഓവറായിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തല കഴുകുമ്പോഴത്തേക്കിനും ഇത് തന്നെ നന്നായിട്ട് കഴുകി കളയണം. എന്നിട്ട് ലാസ്റ്റേ കുറച്ച് ഷാമ്പു ഇടാവുള്ളൂ. അല്ലാതെ ഇത് കഴുകി കളയാതെ ഡയറക്റ്റ് ഷാമ്പു ഇടല്ല. നമ്മുടെ ഈ ഹെയർ പാക്ക് കൊണ്ട് തന്നെ തലയോട്ടിയും തലമുടിയും എല്ലാം നന്നായിട്ടൊന്ന് കഴുകണം. അപ്പം കുറേ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് തലയോട്ടിന്നും എല്ലാം നല്ലപോലെ ഈ ചെളിയൊക്കെ കുറേ അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. കുറച്ചുകൂടെ നല്ല വൃത്തിയായി ആ തരികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകും. അപ്പോൾ ഇതങ്ങനെ വലുതായിട്ടൊന്നും തരിയൊന്നും, കാരണം പൊടി ആയതുകൊണ്ട് അതങ്ങ് ഒത്തിരി അങ്ങനെ തരിയൊന്നും നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ നമ്മുടെ അരിവേപ്പ് ഇതുവരെ യൂസ് ചെയ്യാത്തവർ, അരിവേപ്പിൻ്റെ പൊടിയൊന്നും യൂസ് ചെയ്യാത്തവർ വളരെ കുറച്ച് യൂസ് ചെയ്ത് അത് കൂട്ടി കൊണ്ടുവരാവുള്ളൂ. കാരണം അരിവേപ്പൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒത്തിരി നമ്മുടെ എണ്ണയൊന്നും തേക്കുന്ന പോലെ ഇത് യൂസ് ചെയ്യല്. കുറച്ച് യൂസ് ചെയ്യുക. അതിലും കുറച്ച് ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് ചെയ്ത് ഇതാക്കേണ്ട കാര്യമില്ല. നമുക്ക് കഴുകി കളയാനും പാടാണ്. അത് തലയിലൊക്കെ അടിഞ്ഞ് അത് വീണ്ടും ഡാൻഡ്രഫൊക്കെ. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. അവരവരുടെ മുടിയുടെ അളവിനനുസരിച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇതുവരെ യൂസ് ചെയ്യാത്തവർ കുറച്ച് യൂസ് ചെയ്ത് ഇത് കൂട്ടി കൊണ്ടുവരണം. പിന്നെന്താ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.